നമ്മുടെ ഡെയിലിൻ്റെ ഒ പി പ്രാക്ടീസിൽ കുറേ ആൾ സൂക്കേടുണ്ടായവർക്ക് ഒരു റീസൺ ഉണ്ടാവും. എന്തിനീ സൂക്കേട് വന്നതെന്ന് പറഞ്ഞെങ്കിൽ വീട്ടിലേക്ക് ടെൻഷൻ ഉണ്ട്, എല്ലാവരും കിരികിരിയാക്കുന്നു വീട്ടിലേക്ക്, അങ്ങനെ സൂക്കേട് അധികം വന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ അത് കേൾക്കുന്നില്ല, അങ്ങനെ സൂക്കേട് അധികം വന്നത്. പിന്നെ സിറ്റുവേഷൻ ശരിയുണ്ടെങ്കിൽ എനിക്ക് സൂക്കേടെല്ലാം മാറിയിട്ടുണ്ടാവും. ഇത് എപ്പോഴും ഒരു നോർമലായിട്ടുണ്ടായ ഒരു സെൻറ്റൻസാണ്. പക്ഷേ ഈ ഷുഗർ അധികം ഉണ്ടായാലും പ്രഷർ അധികം ഉണ്ടായാലും ഇത് എല്ലാവരും പറയുന്നത് എനിക്ക് ഷുഗർ കൂടിയത് വീട്ടിൻ്റെ സിറ്റുവേഷനല്ലേ, പ്രഷർ കൂടിയത് വീട്ടിൻ്റെ സിറ്റുവേഷനിലെന്ന്. ഞാനൊരു സത്യം വിഷയം പറയാം. ഞാൻ ഡോക്ടറായിട്ട് പറയുന്നത് എന്താ പറഞ്ഞെങ്കിൽ, ഏതു സിറ്റുവേഷനെ വേറെ ഒരു സോൾവ് ആക്കാൻ പറ്റില്ല. നിങ്ങളെ സൊല്യൂഷൻ നിങ്ങളെ കയ്യല്ലേ ഉണ്ട്. എന്ത് പ്രോബ്ലം ഉണ്ട് അത് നിങ്ങളെ ഉള്ളിൽ നിങ്ങൾ വിചാരിച്ചിട്ട് അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഡെയിലി ഓരോരോ സ്റ്റെപ്പായിട്ട് അതിനെ സോൾവ് ആക്കാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നായെങ്കിൽ വേറെവരെല്ലാം പറയുന്നത് അത് ഇത് പറയുന്നത് അതിനെല്ലാം വിട്ടോളൂ. നിങ്ങൾക്ക് എന്താക്കണോ, നിങ്ങൾക്ക് ഷുഗർ കുറക്കാനുണ്ടെങ്കിൽ ഡെയിലി നിങ്ങളൊരു റൂട്ടീനിന് എഴുതിയിട്ട് വെക്കണം. ഞാനിന്ന് ഈ ഷുഗറിൻ്റെ സ്വീറ്റ്സ് അങ്ങനത്തെ എല്ലാം തിന്നുന്നില്ല, കൊണ്ടേ വരുന്നില്ല, വീട്ടിൽ ഫ്രൂട്ട്സ് എല്ലാം കുറച്ച് അവോയ്ഡ് ആക്കുന്നു. ഞാൻ എന്തെല്ലാം രാവിലെ എണിച്ചപ്പാട് യോഗാസന ചെയ്യൂ, യോഗ ഡയബറ്റീസിന് ഉണ്ടായ യോഗയേ ഉണ്ട്, അത് ചെയ്യൂ. ഒരു ½ വാക്കിംഗ് ആക്കൂ. ആരെന്താ പറഞ്ഞെങ്കിൽ അധികം ടെൻഷൻ എടുക്കില്ല, റിലാക്സ് ആയിട്ട് എടുക്കും, മെഡിറ്റേഷനെല്ലാം ഉണ്ടാവും. അധികം ഞാൻ ഉദ്വേഗം കൊള്ളുന്നില്ല, അതിൻ്റെ റിയാക്ഷൻ ആക്കുന്നില്ല. അങ്ങനെ ആക്കിക്കൊണ്ട് പോയി അത്ര നിങ്ങൾക്ക് സൂക്കേട് കുറയും. വേറെ ഒരു പ്രോബ്ലം ആക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സൂക്കേട് അധികമായെങ്കിൽ എപ്പോഴും ഇതേ പ്രോബ്ലം ഉണ്ടാവും. ആരാരും ഒരാൾ വന്നിട്ട് നിങ്ങളെ കിരികിരിയാക്കിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് പുതിയ പുതിയ സൂക്കേട് വന്നുകൊണ്ടിരിക്കും. അതിനായിട്ട് ഞാനൊരു പറയുന്ന സൊല്യൂഷൻ എന്താ പറഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് എന്താ വേണോ അത് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ, സൂക്കേട് വേണോ വേറെവർ പറഞ്ഞത് കേട്ടിട്ട് സൂക്കേട് വരണോ, ഇല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ ഈ സൂക്കേടിനെ സോൾവ് ആക്കിയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണോ, അത് നിങ്ങൾ ഡിസൈഡ് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് ഏത് റൂട്ടിൽ നിങ്ങൾ പോകണമെന്ന് മനസ്സിലാവണം. അപ്പോഴത്തേക്ക് ഈ റൂട്ട് ക്ലിയർ ആവും, സൂക്കേട് താനേ മാറും. എപ്പോഴും ഈ വേറെ ഒരു കിരികിരി ആക്കുന്നുണ്ടായത് അത് നിങ്ങളെ റിയാക്ഷനിന് മേലെ ഡിപ്പെൻഡ് ഉണ്ടാവും. ഇപ്പോൾ അവർ ഇങ്ങനെ ആക്കും, ഇവരിങ്ങനെ ആക്കും, നിങ്ങൾ റിയാക്ട് ആക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് എത്ര ആക്കിയിട്ട് ഒരു ഗുണമില്ല എന്നാകുമ്പോഴത്തേക്ക് അവരെന്നെ തിരിച്ചു പോവും. നിങ്ങൾക്ക് നിങ്ങളെ വൈക്ക് പോയിക്കൊണ്ടുണ്ടെങ്കിൽ താനേ എല്ലാം മാറിപ്പോവും. നല്ല വൈക്കേ നിങ്ങൾ ആരോഗ്യവും പോവും, മാനസിക ആരോഗ്യവും പോവും. അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളെ പണ്ടത്തെ വേദകളിൽ പറഞ്ഞത് അത്രനെ സൊല്യൂഷന് ഉള്ളിൽ കണ്ടുപിടിക്കണോ, പുറത്ത് ഇവരങ്ങനെ ആക്കി അവരങ്ങനെ ആക്കിയെന്നല്ല, സൊല്യൂഷന് നിങ്ങളെ ഉള്ളിലേ ഉണ്ടാവും. ആ സൊല്യൂഷൻ എന്താ എന്ന് പറയാൻ വേണ്ടിയിട്ട് രാവിലെ എണിച്ചപ്പാട് ഒരു 10 മിനിറ്റ് ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ഇരുന്നിട്ട് ഞാനക്ക് എന്താ വേണോ, ഞാൻ ഏത് വഴിയിൽ പോകണോ അതുണ്ടായ ഒരു ഡിസിഷൻ എടുത്തിട്ട് എഴുതിയിട്ട് വെച്ചിട്ട് ആ ദിവസം അതേ വഴിയല്ലേ പോയാൽ മതി. ഡെയിലി അതേ പ്രാക്ടീസ് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. വേണ്ടാത്ത വിഷയത്തിൽ ഏത് വിഷയത്തിൽ തല വേണ്ട, നിങ്ങളെ വിഷയത്തിൽ മാത്രം തല മതി. താങ്ക് യു വെരി മച്ച്.